നമ്മൾ തിരിച്ചു വീണ്ടും സ്വർണ്ണക്കൊള്ളയിലെ വാർത്തയിലേക്ക് എത്തിയാൽ ഹരിമോഹൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഹരിമോഹൻ, രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, SITയുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ കൊടുക്കുന്നുണ്ട്. ഈ VSC റിപ്പോർട്ടിൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വീണ്ടും മറ്റൊരു ഏജൻസിയെ കൊണ്ട്, മറ്റൊരു ലാബിൽ കൂടി ഈ സ്വർണ്ണപ്പാളികൾ പരിശോധിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ ഹരി? അരുൺ, തീർച്ചയായിട്ടും രണ്ടാമത്തെ പരിശോധനാ ഫലമാണ് VSSC കഴിഞ്ഞ ദിവസം SITക്ക് കൈമാറിയത്. ശനിയാഴ്ചയായിരുന്നു ആ ഫലം SITയുടെ കൈകളിലേക്ക് ലഭിക്കുന്നത്. ആ ഫലം പരിശോധിച്ചപ്പോൾ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ കാലപ്പഴക്കം ഇപ്പോഴും നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ താരതമ്യ പരിശോധന അടക്കം നിർണ്ണയിച്ചുകൊണ്ട് സ്വർണം വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. എത്ര സ്വർണ്ണമാണ് എന്നുള്ളതിൽ ഒരുപക്ഷെ VSSCയുടെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് SIT ഹൈക്കോടതിയിലായിരിക്കും ആ കണക്ക് സമർപ്പിക്കുക. അത് പുറത്തേക്ക് അതിന് മുമ്പ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഏറെക്കുറെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് SITക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതിൻ്റെ കണക്കുകൾ. പക്ഷേ ഇതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാത്തത് കൊണ്ട് തന്നെ SITക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ പാളികൾ പൂർണ്ണമായിട്ടില്ലെങ്കിൽ പോലും ഒരു പരിധിവരെ പാളികൾ മാറ്റിയിട്ടുണ്ടാകാനുള്ളൊരു സാധ്യത, ചില സൂചനകൾ അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ശാസ്ത്രജ്ഞരും അതേ ആശങ്ക തന്നെയാണ് പങ്കുവെക്കുന്നത്. അതായത് ചില പാളികൾക്ക് ശാസ്ത്രീയ ഘടനയിലും രാസഘടനയിലും ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നെങ്കിലും ഇത് സ്വർണം പൂശുന്ന സമയത്ത്, അതായത് 2019 വന്നിട്ടുള്ള ഈ രാസലായനി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മാറ്റമാകാം എന്നുള്ളതായിരുന്നു ഒരു നിഗമനം. പക്ഷേ അതല്ല, അതിനപ്പുറത്തേക്ക് ഈ മെർക്കുറി, എത്ര രാസലായനി ഉപയോഗിച്ച് സ്വർണം പൂശിക്കഴിഞ്ഞാൽ മെർക്കുറിയുടെ ഒരു അംശമെങ്കിലും ഈ പാളികളിൽ എല്ലാത്തിലും ഉണ്ടാകും എന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പക്ഷേ ചില പാളികളിൽ ആ മെർക്കുറിയുടെ അംശം തീരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഈ പാളികൾ ചിലതെങ്കിലും മാറ്റിയിട്ടുണ്ടാകാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് പക്ഷേ VSSCയുടെ പരിശോധന കൊണ്ട് മാത്രം മതിയാവില്ല എന്നുള്ള കാര്യം SIT ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. SIT മുന്നോട്ട് വെക്കുന്ന ഒരു ശുപാർശ എന്ന് പറയുന്നത് ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ഒരു പരിശോധന നടത്തണം. അതല്ലെങ്കിൽ സമാനമായി തന്നെ മറ്റേതെങ്കിലും അത്യാധുനിക സംവിധാനങ്ങളുള്ള ഏതെങ്കിലും ലാബിൽ പരിശോധന നടത്തണം. ഇങ്ങനൊരു ശുപാർശ ഇന്ന് ഹൈക്കോടതിയുടെ മുൻപിൽ വെക്കും. ഹൈക്കോടതിയാണ് അതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. കാരണം അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മുൻപത്തേതുപോലെ തന്നെ വീണ്ടും സാമ്പിൾ ശേഖരിക്കണം. അങ്ങനെ സാമ്പിൾ ശേഖരിക്കണമെങ്കിൽ ഇനിയിപ്പോൾ മാസപൂജയ്ക്ക് വേണ്ടി നട തുറക്കണം. ആ സമയത്തായിരിക്കണം ദ്വാരപാലക പാളിയിൽ നിന്നും കട്ടിളപ്പാളിയിൽ നിന്നും വീണ്ടും സാമ്പിൾ എടുത്തുകൊണ്ട് അത് ഏത് ലാബിലാണോ പരിശോധിക്കേണ്ടത് അതിലേക്ക് വീണ്ടും അയക്കുന്നത്. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു ശ്രമകരമായ ദൗത്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ പാളികൾ മാറ്റിയോ എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഹൈക്കോടതി അതിന് അനുമതി നൽകുമെന്ന് തന്നെയാണ് കരുതാനാവുക. കാരണം കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ വേഗതയെക്കുറിച്ച് ഹൈക്കോടതി ശാഠ്യം പിടിക്കാത്തിടത്തോളം SITക്ക് കൂടുതൽ സമയമെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ന് നൽകുന്ന റിപ്പോർട്ട് വളരെ സുപ്രധാനമാണ്. ആ റിപ്പോർട്ടിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ, ആദ്യമായിട്ടായിരിക്കും ഒരു റിപ്പോർട്ടും മറ്റു റിപ്പോർട്ടും തമ്മിലുള്ള ആ ഒരു കാലയളവിൽ ഒരു അറസ്റ്റ് ഉണ്ടാകാതിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 4ാമത്തെ ഇടക്കാല റിപ്പോർട്ടും ഇപ്പോൾ സമർപ്പിക്കാൻ പോകുന്ന 5ാമത്തെ റിപ്പോർട്ടും തമ്മിൽ ഉള്ള ഒരു സമയത്തിനിടയിൽ ഒരു അറസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ നിർണായകമായ ചില ചോദ്യം ചെയ്യലുകൾ ഉണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരം ഇതുവരെ ഹൈക്കോടതി അറിയിച്ചിട്ടില്ല, അതറിയിക്കും. മറ്റൊന്ന് അടൂർ പ്രകാശാണ്. അതുകൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായകമായിട്ടുള്ള മൊഴിയുണ്ട്. കർണാടകത്തിലെ ചില നേതാക്കൾ വഴിയാണ് താൻ സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തത് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഉന്നത ബന്ധങ്ങളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുള്ളതിൽ SITയുടെ ഒരു നിഗമനം ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. ഒപ്പം തന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കേണ്ടതിന്റെ ഒരു സമയം എത്രയാണ് തങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ SIT ഇന്ന് ഹൈക്കോടതി അറിയിക്കും. ഹൈക്കോടതി ആയിരിക്കും ഇതിൽ എങ്ങനെയാണ് ഇനിയിപ്പോൾ തുടർ നീക്കങ്ങൾ നടത്തേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കും. ഒപ്പം തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുള്ളത്, 2017 കൊടിമര പുനഃപ്രതിഷ്ഠയിൽ നേരത്തെ തന്നെ കോടതി ഒരു അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിരുന്നു. വാജിവാഹനം കൈമാറിയതിൽ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിരുന്നു. 2024-2025 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഈ പാളികളിലെ സ്വർണം പൂശിയ സമയം, അതായത് PS പ്രശാന്തിന്റെ കാലത്ത് ബോർഡിന്റെ തീരുമാനങ്ങൾ, അതിലെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകണം എന്നുള്ളത് കഴിഞ്ഞ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ അതിലൊക്കെ നടത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ ഇന്ന് SIT ഹൈക്കോടതി അറിയിക്കും. അതിൽ കേസെടുക്കണോ വേണ്ടയോ എന്നുള്ളതിൽ അന്തിമ തീരുമാനം ഹൈക്കോടതിയുടേതാണ്. അപ്പോൾ ഇന്ന് SIT റിപ്പോർട്ട് വായിച്ചാൽ അടൂർ പ്രകാശ് പറഞ്ഞത്, കടകംപള്ളി സുരേന്ദ്രൻ മൊഴി കൊടുത്തത്, ഇത് കാര്യങ്ങളൊക്കെ പുറത്തു വരും. മാത്രമല്ല ഈ VSCയുടെ പരിശോധനയിലെ അവ്യക്തത കൂടി SIT ചൂണ്ടിക്കാട്ടും എന്നാണ് അറിയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് കൊടുക്കുന്ന ഇടക്കാല റിപ്പോർട്ട്. ഇതുവരെ കൊടുത്ത ഇടക്കാല റിപ്പോർട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടക്കാല റിപ്പോർട്ടായിട്ട് കണക്കാക്കാം, അല്ലേ ഹരി?
തീർച്ചയായിട്ടും അരുൺ, ഈ കഴിഞ്ഞ സമയത്തൊക്കെ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ ഒക്കെ ഒരു സ്വഭാവം അതിലൊക്കെ എന്തൊക്കെയോ ഫലം അല്ലെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഇനിയും ആളുകളെ ചോദ്യം ചെയ്യാനുണ്ട്, ഇനിയും ആളുകൾ റഡാറിലുണ്ട് എന്നൊക്കെ തുടങ്ങിയ ഈ അന്വേഷണത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ്. പക്ഷേ ഇതിപ്പോൾ 2 തവണ ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടുള്ള റിപ്പോർട്ടാണ്. ഒപ്പം തന്നെ പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിന് ഇറങ്ങി തുടങ്ങിയതിന് ശേഷമുള്ള റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഹൈക്കോടതി ഇന്ന് ഈ കൂടുതൽ കേസെടുക്കുന്നതിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാലായിരിക്കും അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുക. അതായത് 2 കേസുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ള ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസും കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസും. അതുകൊണ്ട് കൂടുതൽ കേസെടുക്കാൻ ഹൈക്കോടതി പറഞ്ഞാൽ അതിൽ 2 ബോർഡുകൾ കൂടി പ്രതിസ്ഥാനത്താകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. അതായത് വാജുവാഹനം കൈമാറിയതും കൊടിമര പുനഃപ്രതിഷ്ഠയും ഒക്കെ തന്നെ അവിടെ നിൽക്കുന്നു. ഇപ്പുറത്തെ പ്രശാന്തിന്റെ കാലയളവിലെ ഇടപാടുകൾ നിൽക്കുന്നു. അങ്ങനെ കേസെടുക്കാൻ പറയുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത്. 11 മണിയോടുകൂടി എന്തായാലും അക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു ഹരി. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് എത്തുക.